ഈ ക്രിക്കറ്റിന് ഭ്രാന്ത് പിടിച്ചാലുള്ള അവസ്ഥ എന്താണ്? അതാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളായ വിജയ് ഹസാരെ ട്രോഫി അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ വാർത്താ പ്രാധാന്യം ഈ വിജയ് ഹസാരെ ട്രോഫിക്ക് ഇത്തവണത്തെ മത്സരങ്ങൾക്ക് നേടിയിരുന്നു. കാരണം ഇന്ത്യയുടെ സമീപ വർത്തമാനകാലത്തെ ഏറ്റവും മികച്ച താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ആഭ്യന്തര മത്സരങ്ങളിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ അത് വിജയ് ഹസാരെ ട്രോഫിയോടുകൂടിയാണ്. കാര്യം വിജയ് ഹസാരെ ഏകദിന ഫോർമാറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് താരങ്ങളും നിലവിൽ ഏകദിന മത്സരങ്ങളിൽ മാത്രമേ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ മത്സര പരിചയത്തിൻ്റെ ഭാഗമായിട്ടാണ് വിജയ് ഹസാരെ ട്രോഫി കളിക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയതിലേക്ക് ആദ്യം വരാം. ഈ ക്രിക്കറ്റിന് ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് വാസ്തവത്തിൽ നടന്നിരിക്കുന്നത് ബീഹാർ അരുണാചൽ പ്രദേശ് മത്സരത്തിലാണ്. അവിടെ പിറന്നത് ബീഹാർ ആദ്യം ബാറ്റ് ചെയ്ത ബീഹാർ 6 വിക്കറ്റ് നഷ്ടത്തിൽ 574 റൺസാണ് അടിച്ചു കൂട്ടിയത്. 50 ഓവറിൽ നിന്ന്, ഇത് ടെസ്റ്റ് മത്സരമല്ല, 50 ഓവറിൽ നിന്ന് 574 റൺസ് അടിച്ചു കൂട്ടി. ഒരു ടെസ്റ്റ് മത്സരത്തിൽ പോലും 2-3 ദിവസം ബാറ്റ് ചെയ്ത് നേടുന്ന ഉയർന്ന സ്കോറാണ് ഈ 574 റൺസ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു 50 ഓവർ മത്സരത്തിലാണ് ഇത്രയും റൺ അടിച്ചു കൂട്ടിയത്. അപ്പോൾ അതിൽ തുടക്കമിട്ടത് 14 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി. അത് ആ ചെറുക്കൻ 36 പന്ത് മാത്രം നേരിട്ട് ഒരു സെഞ്ചുറി ആദ്യം അടിച്ചു. അതുകൊണ്ടും തീർന്നില്ല. 84 പന്ത് കളിച്ച് 190 റൺസ് എടുത്ത് പുറത്തായി. ഒന്നുകൂടി ഭാഗ്യം അനുകൂലമായിരുന്നെങ്കിൽ വേഗതയേറിയ ഒരു ഇരട്ട സെഞ്ചുറി കൂടി പിറന്നേനെ. പക്ഷേ അതുണ്ടായില്ല. അപ്പോൾ വൈഭവ് സൂര്യവംശി നിർത്തിയെടുത്ത് നിന്ന് വേറെ 2 പേര് കൂടി ആ പണിയങ്ങ് ഏറ്റെടുത്തു. അത് ഒന്ന് ആയുഷ് ലോഹാറുക്ക എന്ന് പറയുന്ന അവരുടെ ഒരു വിക്കറ്റ് കീപ്പറാണ്. 56 പന്തിൽ നിന്ന് 116 റൺസ്, അതിൽ 8 സിക്സറും 11 ഫോറും. ഈ വൈഭവ് സൂര്യവംശി 15 സിക്സറും 16 ഫോറുമാണ് വൈഭവ് സൂര്യവംശി അടിച്ചു കൂട്ടിയത്. അപ്പോൾ ഇത് രണ്ടുമല്ല, ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്നേക്കുന്നത് അവരുടെ ക്യാപ്റ്റൻ സക്കിബുൾ ഗനി എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ. അധികം പരിചയമില്ലാത്തൊരു പേര്, പക്ഷേ ഈ പേര് ഇനി പരിചിതമാകും. കാരണം ലിസ്റ്റ് എ മത്സരങ്ങളിലെ ഏറ്റവും വേഗതയാർന്ന സെഞ്ചുറി നേടി റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഈ സക്കിബുൾ ഗനി. 32 പന്തിൽ നിന്നാണ് ഈ സക്കിബുൾ ഗനി സെഞ്ചുറി നേടിയത്. മൊത്തം 44 പന്ത് കളിച്ചു, 128 റൺസ്, അതിൽ 12 സിക്സറും 10 ഫോറും. ഒരു 2020 മത്സരത്തിനേക്കാൾ ഒരു T10 മത്സരത്തിൻ്റെ ആ ഒരു ശൈലിയിലാണ് ഇവരൊരു ഏകദിനം കളിച്ചത് എന്ന് മനസ്സിലാക്കാം. ഏതായാലും ഈ അരുണാചൽ പ്രദേശാണ് എതിരാളികൾ. അവർക്കും ഇക്കാര്യത്തിലൊരു റെക്കോർഡുണ്ട്. കാര്യം അവരുടെ തന്നെ ഒരു റെക്കോർഡാണ് ഇവിടെ പഴങ്കഥയായത്. അവർ നേടിയ റൺസല്ല, അവർ വഴങ്ങിയ റൺസ്. തമിഴ്നാടിനെതിരെ 2022 അരുണാചൽ പ്രദേശ് കളിച്ചപ്പോൾ തമിഴ്നാട് അരുണാചൽ പ്രദേശിനെതിരെ 506 റൺസ് അടിച്ചു കൂട്ടിയിരുന്നു. അപ്പോൾ അതാണ് ഈ ലിസ്റ്റ് എ മത്സരങ്ങളിൽ, അല്ലെങ്കിൽ ലോകത്തെ എവിടെയും ഉള്ള 50 ഓവർ മത്സരങ്ങളിലെ ഏറ്റവും ഉയർന്ന സ്കോർ അതായിരുന്നു. അതാണിപ്പോൾ പുതിയ റെക്കോർഡോടുകൂടി പഴങ്കഥയായത്. അപ്പോൾ ഇനി ഈ നമ്മുടെ അന്താരാഷ്ട്ര മത്സരങ്ങൾ നോക്കുമ്പോൾ ഇംഗ്ലണ്ട് നെതർലാൻഡ്സിനെതിരെ നേടിയ 498 റൺസാണ് ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര ഏകദിനത്തിലെ സ്കോറ്. രണ്ടാം സ്കോറും ഇംഗ്ലണ്ടിൻ്റെ പേരിൽ തന്നെയാണ് എന്നുള്ളത് കൂടിയാണ് എൻ്റെ ഓർമ്മ. ഓസ്ട്രേലിയക്കെതിരെ നേടിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതായാലും ഈ രീതിയിലാണ് ഇന്ന് ക്രിക്കറ്റിന് ഭ്രാന്ത് പിടിച്ച ഒരു മത്സരം നടന്നത്. അപ്പോൾ ഈ ക്രിക്കറ്റ് വിദഗ്ധരൊക്കെ വലിയ രീതിയിൽ വിമർശന ബുദ്ധിയാൽ പറയുന്നുണ്ട്, ഈ 2020 മത്സരങ്ങളുടെ സ്വാധീനം ക്രിക്കറ്റിനെ വല്ലാണ്ടങ്ങ് ബാധിച്ചു. അത് ടെസ്റ്റ് മത്സരങ്ങളുടെ ഭംഗി കെടുത്തുന്നു, ടെസ്റ്റ് മത്സരങ്ങളുടെ ഭാവി പോലും അപകടത്തിലാകുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ 50 ഓവർ മത്സരങ്ങൾ ഇത്തരത്തിൽ വലിയ റണ്ണൊഴുകുന്ന മത്സരങ്ങളായി മാറുന്നതിൻ്റെ ഒരു കാരണവും 2020 തന്നെയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സമ്മിശ്രമായ ഒരു പ്രതികരണത്തിലേക്ക് വരുന്ന ആളുകളിൽ പോകാനാണ് സാധ്യത. ഈ 50 ഓവർ മത്സരങ്ങൾ വിരസമാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഈ മത്സരത്തിൻ്റെ ഫലം അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഒന്നുകൂടിയുണ്ട്, വന്ന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻമാരുടെ മാത്രം കളിയായിട്ട് ചുരുങ്ങുന്നോ എന്നൊരു സംശയം ഉണ്ട്. ബോളർമാർക്ക് എന്താണ് പണി? ചുമ്മാ എറിഞ്ഞു കൊടുക്കുക, തല്ല് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ് ബോളർമാരുടെ ജോലി എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏറെ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ആഭ്യന്തര മത്സരങ്ങളിലേക്ക് മടങ്ങി വരുന്നത്. കാരണം അവർ ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു, 2020 നിന്ന് വിരമിച്ചു. ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് അവർ രണ്ടുപേരും കളിക്കുന്നത്. 2027 ഏകദിന ലോകകപ്പിൽ രണ്ടുപേരും ടീമിലുണ്ടാകാൻ തന്നെയാണ് സാധ്യത. പ്രായം ഇത്തിരി കടന്നു പോകുമെങ്കിലും അതവരുടെ പ്രകടനത്തെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ ഏകദിന പരമ്പരയിലും അവർ തെളിയിച്ചത്. അപ്പോൾ നിലവിൽ BCCIയുമായിട്ട് കരാറുള്ള താരങ്ങളെല്ലാം തന്നെ അവർക്ക് അന്തർദേശീയ മത്സരങ്ങളില്ലെങ്കിൽ
അവർക്ക് ആഭ്യന്തര മത്സരങ്ങൾ കളിച്ചിരിക്കണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. ഇപ്പം ഈ രണ്ട് താരങ്ങൾക്കും ഇപ്പോൾ ടെസ്റ്റും ടെസ്റ്റും 2020 മത്സരങ്ങളും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ഈ മത്സരക്രമം എന്ന് പറയുന്നത് വളരെ ലളിതമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ടുള്ള സമയവും സാഹചര്യവും ഉണ്ട്. അപ്പോൾ മുമ്പ് ചില വാർത്തകൾ വന്നിരുന്നു, ഇവരെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവരെ രണ്ടുപേരും ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കണമെന്ന നിബന്ധന BCCI മുന്നോട്ട് വെച്ചു എന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഈ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയ്ക്ക് ശേഷം ഒരു BCCI ഉന്നതനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാനായിട്ടുള്ള താല്പര്യമെടുത്തത് ഈ രണ്ട് താരങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുപ്രകാരം വിരാട് കോഹ്ലി ഡൽഹിക്ക് വേണ്ടിയിട്ടും രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടിയിട്ടും വിജയ് ഹസാരെ ട്രോഫിയിൽ ഇന്ന് മത്സരിക്കുകയാണ്. അപ്പോൾ വിരാട് കോഹ്ലിക്ക് ബാംഗ്ലൂരിലെ MI ചിദംബരം സ്റ്റേഡിയത്തിൽ ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വീണ്ടും മത്സരത്തിനിറങ്ങാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സുരക്ഷാ കാരണങ്ങൾ നിർത്തി കർണാടക സർക്കാർ ആ ഒരു പരിപാടി തന്നെ റദ്ദാക്കി. അവിടെ കാരണം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം നേടിയപ്പോൾ ഉണ്ടായ ആഹ്ലാദ പ്രകടനം വിട്ടതോടുകൂടി 11 പേരാണ് തിക്കും തിരക്കിലും പെട്ട് മരിച്ചത്. അപ്പോൾ അതിനുശേഷം ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശം കർണാടക സർക്കാർ പറഞ്ഞു. അതിനുശേഷം മാത്രമേ അത് മത്സരയോഗ്യമായിട്ട് അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ അവിടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലപ്പത്തുള്ളത് വെങ്കടേഷ് പ്രസാദാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ഇപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്വമായിട്ട് മാറിയിരിക്കുക. കാര്യം IPL വരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ടൊക്കെ തന്നെ ആ സ്റ്റേഡിയം മത്സരയോഗ്യമാക്കി എടുക്കണം. അപ്പോൾ ഈ വിജയ് ഹസാരെ ട്രോഫി മത്സരങ്ങൾ അവിടെ തന്നെ നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അവസാന നിമിഷം അതിൻ്റെ വേദി മാറ്റി. എന്നിരുന്നാലും വിരാട് കോഹ്ലി ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശിനെതിരെയാണ് ഡൽഹി ടീം മത്സരിക്കുന്നത്. ഡൽഹി ടീമിൽ വിരാട് കോഹ്ലി മാത്രമല്ല, ക്യാപ്റ്റൻ ഋഷഭ് പന്താണ്, ഇഷാന്ത് ശർമ്മ ആ ടീമിൽ കളിക്കുന്നുണ്ട്. മറ്റ് ചില താരങ്ങളും ഡൽഹിക്ക് വേണ്ടിയിട്ട് ആ മത്സരത്തിൽ ഇന്ത്യൻ താരമായ നിതീഷ് റാണ കളിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ട് നിതീഷ് കുമാർ റെഡ്ഡിയാണ് ക്യാപ്റ്റൻ. അതേപോലെ ഇന്ത്യൻ താരം ശ്രീകർ ഭരതും ആന്ധ്രാപ്രദേശ് ടീമിൽ കളിക്കുന്നുണ്ട്. രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടിയിട്ട് ഇന്ന് മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ രണ്ട് താരങ്ങൾക്കുടെയും കളി കാണാനായിട്ട് നമ്മൾ കുറച്ച് കാത്തിരിക്കണം. കാര്യം രണ്ട് ടീമും രണ്ടാമതാണ് ബാറ്റ് ചെയ്യുന്നത്. ഡൽഹിയും മുംബൈയും രണ്ടാമതാണ് ബാറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രശ്നം BCCI ഇപ്പോൾ ആരാധകരെ പറ്റിച്ചിരിക്കുകയാണ്, ചതിച്ചിരിക്കുകയാണ്. കാരണം ഇവർ രണ്ടുപേരും ആഭ്യന്തര മത്സരങ്ങളിലേക്ക് മടങ്ങി വരും. അതിൽ വിരാട് കോഹ്ലി 2010 ശേഷം 22 വയസ്സുള്ളപ്പോഴാണ് വിരാട് കോഹ്ലി അവസാനമായിട്ടൊരു ആഭ്യന്തര മത്സരം കളിച്ചത്. 2010 ശേഷം ഇതുവരെ അദ്ദേഹം ഈ ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. രോഹിത് ശർമ്മ 2018 വരെ ആഭ്യന്തര മത്സരങ്ങളിൽ കളിച്ചയാളാണ്. അതിനുശേഷവും രോഹിത് ശർമ്മയും വന്നിട്ടില്ല. അപ്പോൾ ഇവരുടെ തിരിച്ചുവരവ് വലിയ വാർത്താ പ്രാധാന്യം നേടിയെങ്കിലും ഈ മത്സരം തത്സമയം സംപ്രേഷണം ചെയ്യാനുള്ള ക്രമീകരണം BCCI ഒരുക്കിയിട്ടില്ല. ഈ സ്റ്റാർ സ്പോർട്സും ജിയോ സിനിമയുമാണ് ഇതിൻ്റെ തത്സമയ സംപ്രേഷണം, ഭാഗികമായിട്ടുള്ള തത്സമയ സംപ്രേഷണം. അതായത് വിജയ് ഹസാരെ ട്രോഫി എന്ന് പറഞ്ഞാൽ വലിയ ദീർഘമായ ടൂർണമെൻറ്റാണ്. അതിൻ്റെ എല്ലാ മത്സരങ്ങളും സംപ്രേഷണം ചെയ്യാൻ നിലവിൽ സംവിധാനങ്ങളില്ല. ചില മത്സരങ്ങൾ മാത്രം, അത് സെലക്റ്റീവായിട്ട് മാത്രമാണ് സംപ്രേഷണം ചെയ്യുക. അപ്പോൾ ഈ രോഹിത് ശർമ്മയുടെയും അതേപോലെ വിരാട് കോഹ്ലിയുടെയും മടങ്ങി വരവ് അത് ആഘോഷമാക്കാൻ ആരാധകർ കാത്തിരുന്നതാണ്. പക്ഷേ ആ മത്സരം തത്സമയം സംപ്രേഷണം ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അറിയാൻ സാധിക്കുന്നത് ഈ ഓരോ റൗണ്ടിലെയും 2 മത്സരങ്ങൾ വീതമായിരിക്കും സംപ്രേഷണം ചെയ്യുക. അതേപോലെ ഇപ്പോൾ ജിയോയിലെ ഈ വിജയ് ഹസാരെ ട്രോഫി മത്സരങ്ങൾ സൗജന്യമായിട്ട് കാണാനൊക്കെ സാധിക്കും. പക്ഷേ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും മടങ്ങി വരവ് ആഘോഷമാക്കാൻ കാത്തിരുന്നവർക്ക് വലിയ നിരാശയാണ് BCCI സമ്മാനിച്ചത് എന്നുള്ളത് പറയേണ്ടി വരും. അപ്പോൾ ഈ അന്താരാഷ്ട്ര മത്സരങ്ങളെ അപേക്ഷിച്ച് ആഭ്യന്തര മത്സരങ്ങൾക്ക് വലിയ വാർത്താ പ്രാധാന്യം കിട്ടാത്തതാണ്. പക്ഷേ 2 കാരണങ്ങളാൽ ഈ സംഭവം വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ്. ഒന്ന്, ഒരു റെക്കോർഡ് സ്കോറ്, ക്രിക്കറ്റിന് ഭ്രാന്ത് പിടിച്ചതുപോലെ 574 റൺസ് എന്ന് പറയുന്നൊരു സ്കോറ് ഒരു ടീം അടിച്ചു കൂട്ടുന്നു. മറുവശത്ത് ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവർ ആഭ്യന്തര മത്സരങ്ങളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് ആ മത്സരങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യാനായിട്ടുള്ള ക്രമീകരണം BCCI ഒരുക്കിയില്ല എന്നുള്ളത് വളരെ ഖേദകരമായ സംഗതിയുമാണ്.